ഫലസ്തീനിൽ നിന്ന് 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 100 വയസ്സുള്ള വയോവൃദ്ധ ഉൾപ്പെടെ യുവാക്കളും യുവതികളും ഒക്കെ ദുആ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഫലസ്തീനി തൊട്ടടുത്ത് കിടക്കുന്ന ഇറാഖിലെ ബഗ്ദാദിലെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച ഒരു വിളി നിങ്ങൾ ആരെയും കേട്ടോ? ഞങ്ങളോട് കോപിക്കരുതേ റസൂലേ, ഫലസ്തീനികൾക്ക് വേണ്ടി റസൂലിനോട് പ്രാർത്ഥിക്കുന്നു. ഫലസ്തീനികൾ പോലോ ജീവിതത്തിൽ റസൂലിനോട് പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ സമസ്തക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫലസ്തീനി അല്ലാത്ത ഒരാൾ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതൻ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് വാങ്ങിയ പണ്ഡിതൻ, സലാം പറഞ്ഞ പണ്ഡിതൻ, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ആ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബാണ് ഇബ്നു ഖുദാമയുടെ മുഗ്നി. ആ മുഗ്നിയിൽ കേട്ടോളൂ സഹോദരന്മാരെ, يستحب لمن دخل المسجد أن يقدم رجله اليمنى ثم يقول بسم الله والصلاة على رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ വലത്തെ കാല് മുന്തിച്ചു വെച്ച് പള്ളിയിൽ കടക്കുകയും ബിസ്മില്ല ചൊല്ലുകയും ഒക്കെ ചെയ്യണമെന്ന് മഹാനവറുകൾ പറയുന്നു. സുമ്മത്തിൽ ഖബർ, പിന്നെ നീ ഖബറിനടുക്കൽ ചെല്ലണം. ഫതുവല്ലി ളഹറക്കൽ ഖിബ്ല എന്ന് വതസ്തഖ്ബില വസ്തഹു വതഖൂലു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാമു അലൈക യാ നബിയല്ലാഹ് വഖിറതഹു മിൻ ഖൽഖിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ എന്ത് വേണം? പിന്നെ അയാൾ പറയേണ്ട കാര്യം പറയുന്നു. അല്ലാഹുമ്മ ഇന്നക ഖുൽത വഖൗലുകൽ ഹഖ് വലൗ അന്നഹും യളലബു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവാബർ റഹീമാ. ഇത് പറഞ്ഞിട്ട് മോനെ സിയാറത്തിന് എന്ന് നീ പറയണം. വഖദ് അതൈതുക മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി, എന്റെ പാപങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നവനായ നിലക്കാണ് നബിയെ തങ്ങളുടെ അടുക്കൽ ഞാൻ വന്നത്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനോട് ശുപാർശ തേടുന്ന നിലക്കാണ് വന്നത്. ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്ന, അല്ലാഹുവോട് ചെയ്ത തെറ്റിന്. അതേ സമയത്ത് തങ്ങളെ ഞാനിതാ ശുപാർശക്കാരനാക്കുന്നു, തങ്ങളെ എന്റെ റബ്ബിലേക്ക് ശുപാർശക്കാരനാക്കുന്നു. ഫഅസ്അലുക യാ റബ്ബി അൻ തൂജിബ ലിൽ മഗ്ഫിറ കമാ ഉജബ്തഹാ ലിമൻ ഹതാഹു ഫീ ഹയാതിഹി. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തങ്ങളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ, അല്ലാഹുവേ നീ ദോഷം പുറത്തു കൊടുക്കാറില്ലേ, അതുപോലെ ഇപ്പോഴും എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅലു അവ്വല ശാഫീൻ, എനിക്ക് ശുപാർശ പറയുന്ന ഒന്നാമത്തെ വ്യക്തിയായി തങ്ങളാക്കി തരണേ അല്ലാഹ്. വഅൻജഹ സായിലീൻ, നിന്നോട് ചോദിക്കുന്നവരിൽ ഏറ്റവും വിജയിച്ചവരാക്കി തരണേ അല്ലാഹ്. വഅക്രമൽ അക്രമീന ആഖിരീന വൽ അവ്വലീൻ, എല്ലാവരെക്കാളും ഏറ്റവും ബഹുമാനമുള്ളവരാക്കണേ അല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് പുറമെ അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണമെന്ന് ഹംബലി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് മുഗ്നിയിലും രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹിജ്റ 620 വഫാത്തായ മഹാനാണ്. ഇതൊന്നും പേരോട് രേഖപ്പെടുത്തിയതല്ലല്ലോ, ശൈഖുനാ കാന്തപുരം രേഖപ്പെടുത്തിയതല്ലല്ലോ, മറും കണ്യത്ത് ഉസ്താദോ ഇ കെ ഉസ്താദോ കിഗന ഉസ്താദോ എഴുതിയതല്ലല്ലോ. ഇതൊക്കെ ഇമാമിങ്ങളെ കിതാബിലുള്ളതല്ലേ. 4 മദ്ഹബിന്റെ കിതാബുകളുമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടക്കുകയില്ല, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ. കേട്ടോ, എത്ര പാടി പതിയാണ്.